ഫർസാനയെ കൊന്നത് സ്നേഹം കൊണ്ടല്ല, പിന്നിൽ കൊടുംപക. പിതാവിന്റെ കാറും പണയപ്പെടുത്തി. പുതിയ വെളിപ്പെടുത്തലുമായി അഫാൻ. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ പുതിയ വെളിപ്പെടുത്തലുമായി പ്രതി അഫാൻ. തന്റെ പെൺസുഹൃത്ത് ഫർസാനയെ കൊലപ്പെടുത്തിയതിനുള്ള പ്രേരണയെക്കുറിച്ചാണ് അഫാന്റെ പ്രതികരണം. തനിക്ക് ഫർസാനയോട് പ്രണയമല്ല, കടുത്ത പകയാണ് തോന്നിയതെന്നാണ് അഫാന്റെ പുതിയ മൊഴി. പണയം വെക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ചതായിരുന്നു വൈരാഗ്യ കാരണമെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. അഫാന് മാല നൽകിയ വിവരം ഫർസാനയുടെ വീട്ടിൽ അറിഞ്ഞിരുന്നു. മാല തിരികെ കിട്ടാൻ ഫർസാന അഫാനെ സമ്മർദ്ദപ്പെടുത്തിയിരുന്നു. ഇത് ഫർസാനയോട് തനിക്ക് കടുത്ത പക തോന്നാൻ കാരണമായെന്നാണ് അഫാന്റെ മൊഴി. സ്വന്തം കുഞ്ഞനിയൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ കൊലപ്പെടുത്താൻ ഉറച്ച രാത്രിയിൽ വൻ പ്ലാനിങ്ങോടെ അഫാൻ തന്റെ വീട്ടിലേക്ക് ഫർസാനയും എത്തിച്ചത്. മാതാവ് ഷെമിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. നാഗരകുഴിയിലെ കടയിൽ നിന്നും അഫാൻ മുളകുപൊടി വാങ്ങിയിരുന്നു. കൊലപാതകത്തിനിടെ വീട്ടിലേക്ക് എത്തുന്നവരെ ആക്രമിക്കാനായിരുന്നു നീക്കം. പേരുമലയിലെ വീട്ടിൽ ഇന്നലെ തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് അഫാൻ ഇക്കാര്യം പറഞ്ഞത്. പിതാവ് അബ്ദുൾ റഹീമിന്റെ കാർ പണയം വെച്ചത് പെൺസുഹൃത്തായ ഫർസാനയുടെ സ്വർണ്ണമാല തിരിച്ചെടുക്കാനായിരുന്നുവെന്നും അഫാൻ പറഞ്ഞു. തന്റെ പേരിലുണ്ടായിരുന്ന കാർ നഷ്ടമായതായി അഫാന്റെ പിതാവ് നേരത്തെ പോലീസിനോട് പറഞ്ഞിരുന്നു. നെടുമങ്ങാട് രജിസ്ട്രേഷനിലുള്ള കാറാണ് നഷ്ടമായതെന്നും അബ്ദുൾ റഹീം അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിരുന്നു. അന്നു അഫാൻ കാർ പണയം വെക്കാനുള്ള സാധ്യതയെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു. കുടുംബത്തിന് 40 ലക്ഷം രൂപയുടെ കടബാധ്യതയാണ് ഉണ്ടായിരുന്നതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുമ്പ് കുടുംബം നടത്തിയ ചില ബിസിനസ്സുകളുടെ പാളിച്ചയാണ് പിന്നീട് ബാധ്യത കൂടാനുള്ള കാരണം. ഇത് തെളിയിക്കുന്ന രേഖകളും പോലീസിന് ലഭിക്കാറുണ്ട്. പലതരം ബിസിനസ്സുകൾ അഫാൻ നടത്തിയിരുന്നു. മുട്ടക്കച്ചവടം, കോഴി വളർത്തൽ തുടങ്ങി വാഹന കച്ചവടങ്ങളിലേക്കും അഫാൻ ശ്രമിച്ചു. ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. പേരുമലയിലെ വീട്ടിൽ നടന്ന തെളിവെടുപ്പിനിടെയാണ് കടബാധ്യത സംബന്ധിക്കുന്ന രേഖകൾ പോലീസിന് ലഭിച്ചത്. കടബാധ്യത ഇതിലും കൂടുതലുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തും.